കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് മുരിങ്ങയുടെ കൊമ്പ് നട്ട് ഒറ്റ വർഷം കൊണ്ട് തന്നെ കായ്ഫലം ലഭിക്കാനായിട്ട് നമുക്ക് മുരിങ്ങയുടെ കമ്പ് എങ്ങനെയാണ് നടേണ്ടതെന്നും അതുപോലെ തന്നെ എന്തെല്ലാം വളപ്രയോഗങ്ങളാണ് നൽകേണ്ടത് എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ്. പല സുഹൃത്തുക്കളും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒന്നാണ്, മുരിങ്ങയുടെ കൊമ്പ് കുത്തിയിട്ട് ഉണങ്ങിപ്പോയി, അതല്ലെങ്കിൽ ചീഞ്ഞു പോയി എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അവർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും ഏറെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. നിങ്ങൾ മുഴുവനായും കണ്ടാൽ മാത്രമേ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ മുരിങ്ങയുടെ കമ്പാണ് നടുന്നതെങ്കിൽ അതിനെ പറ്റിയ ഏറ്റവും നല്ല സീസൺ ഇപ്പോഴാണ്, അതായത് മെയ് മാസം തന്നെയാണ്. കമ്പുകൾ നടാനായി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മൂപ്പുള്ള അതുപോലെ തന്നെ നല്ല കായ്ഫലം കിട്ടുന്ന മുരിങ്ങയുടെ കമ്പിൽ നിന്നും 2 അടി നീളമുള്ള കമ്പ് വേണം നടാനായിട്ട് മുറിച്ചെടുക്കേണ്ടത്. നടാൻ ഉദ്ദേശിക്കുന്ന കൊമ്പിൽ പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് നമ്മുടെയൊക്കെ പഴമക്കാരൊക്കെ ചെയ്തു പോന്നിരുന്ന ഒരു ടിപ്പുണ്ട്. കമ്പിൻ്റെ മണ്ണിലേക്ക് വെക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗം കരിക്കിൻ്റെ വെള്ളത്തിലോ നാളികേര വെള്ളത്തിലോ മുക്കി വെച്ചതിന് ശേഷം കമ്പുകൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുമെന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കമ്പുകൾ നടാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുമെന്ന് ഉറപ്പ് തന്നെ വേണം. നമ്മൾ വേനൽക്കാലത്താണ് കമ്പ് നടുന്നതെങ്കിൽ ഒരടിയുള്ള ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് 2 കിലോ ചകിരിച്ചോറും ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും മണ്ണുമായി ചേർത്ത് വേണം കമ്പുകൾ നടാനായിട്ട്. ചകിരിച്ചോറ് ചേർക്കുന്നത് കൊണ്ട് മണ്ണിലെ ജലാംശം പെട്ടെന്ന് നഷ്ടപ്പെടാതെ നിലനിർത്താൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം കമ്പുകൾ നടേണ്ടത്. നട്ടു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുകയും വേണം. മുരിങ്ങയുടെ ഔഷധ ഗുണത്തെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. മുരിങ്ങയുടെ ഇല, തോല്, കായ, പൂവ്, വേര് പോലും ഔഷധത്തിനും പാചകത്തിനും ഒക്കെയായി നമ്മൾ ഉപയോഗിച്ചു വരാറുണ്ട്. സിങ്ക്, പൊട്ടാസ്യം, അയൺ എന്നിവയെല്ലാം ധാരാളം മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഒരു ഔഷധ കലവറ തന്നെയാണ് മുരിങ്ങ. ഈ കാണുന്ന മുരിങ്ങയുടെ ചെടി 1.5 വർഷം മുമ്പ് നല്ല പോലെ കായ്ഫലം കിട്ടുന്ന മുരിങ്ങയിൽ നിന്നും കമ്പ് വെട്ടിയെടുത്ത് മുകളിൽ നമ്മൾ പറഞ്ഞ പ്രകാരം വളർത്തിയെടുത്ത ചെടിയാണ്. ഇതിലിപ്പോൾ ആദ്യമായി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയുടെ കമ്പ് നടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സീസൺ തന്നെയാണ് ഇപ്പോൾ. കമ്പ് നട്ട് കഴിഞ്ഞാൽ കമ്പിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. വേനൽ ചൂടിൽ കമ്പ് ഉണങ്ങാനും പാടില്ല. അതുപോലെ തന്നെ വേനൽ മഴ പെയ്യുമ്പോഴോ വെള്ളം ഇറങ്ങി ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മുകൾ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഒന്ന് മൂടി വെക്കണം. കൊമ്പ് നട്ട് ബ്രാഞ്ചുകൾ വന്നു തുടങ്ങി മഴ വരുന്നതോടുകൂടി കമ്പിൻ്റെ കടഭാഗത്ത് മണ്ണൊന്ന് കൂട്ടി കൊടുക്കണം. ഒരു ഏരി പോലെ ഉണ്ടാക്കി കൊടുക്കണം. മഴവെള്ളം കടക്കൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഡയറക്റ്റായി കടഭാഗത്ത് വെള്ളം കെട്ടി നിന്നാൽ വന്ന വേരുകളൊക്കെ അഴുകിപ്പോവാൻ സാധ്യതയുണ്ട്. കമ്പ് നട്ട് വളർന്ന് ഒരു 5 അടി പൊക്കമായാൽ അവിടെ വെച്ച് കമ്പ് മുറിച്ച് കൊടുക്കണം, അതായത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഈ ഒരു മുരിങ്ങ 5 അടി ഉയരത്തിലായപ്പോൾ അതിൻ്റെ തലപ്പ് വെട്ടിയതിന് ശേഷമാണ് പുതിയ പുതിയ ശാഖകൾ വന്ന് പടർന്ന് പന്തലിച്ച് മുരിങ്ങക്കായകൾ നമുക്ക് കൈ എത്തും ദൂരത്ത് തന്നെ പറിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ചെടി മുരിങ്ങയിലെ വിത്ത് പാകിയ നമുക്ക് ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. വിത്ത് പാകുന്ന വിധം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടി മുരിങ്ങയുടെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ വിത്തുകൾ ആവശ്യപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിന് ഞാൻ വിത്ത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ചെടി മുരിങ്ങയുടെ കമ്പ് നട്ട് വളർത്തിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.